ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമുദ്രനിരപ്പിൽ നിന്ന് 20,000 അടിയോളം -50 തണുപ്പ്, ശ്വസിക്കാൻ പോലും ഓക്സിജൻ കിട്ടാത്ത ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി അതാണ് സിയാച്ചിൻ. 1984 പാകിസ്ഥാന്റെ ചതിയെ മറികടന്ന് ഇന്ത്യ എങ്ങനെ ഈ മഞ്ഞുമലകൾ സ്വന്തമാക്കി? ഭാരത സൈന്യത്തിന്റെ കരുത്ത് ലോകത്ത് കാട്ടിക്കൊടുത്ത ഓപ്പറേഷൻ മേഘദൂത് എന്ന സമാനങ്ങളില്ലാത്ത പോരാട്ടത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആയിരത്തി 1947 വിഭജനത്തിന് ശേഷം കാശ്മീർ അതിർത്തികൾ നിശ്ചയിച്ചെങ്കിലും സിയാച്ചിൻ എന്ന ഈ കൊടും തണുപ്പുള്ള പ്രദേശം ആരും അവകാശപ്പെട്ടിരുന്നില്ല. ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത മഞ്ഞുമലയായതിനാൽ ഇന്ത്യയും പാകിസ്ഥാനും അന്ന് അവിടെ കാര്യമാക്കിയില്ല. എന്നാൽ 1970-കളിൽ പാകിസ്ഥാൻ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി. വിദേശ പർവ്വതാരോഹകർക്ക് സിയാച്ചിനിലേക്ക് പോകാൻ അവർ പെർമിറ്റ് നൽകി തുടങ്ങി. സിയാച്ചിൻ ഞങ്ങളുടേതാണ് എന്ന് കാണിക്കാനാണ് ഈ നീക്കം. ആയിരത്തി 1984 തുടക്കത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു വിവരം ലഭിച്ചു. ഓപ്പറേഷൻ അബാബിൻ എന്ന പേരിൽ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ വൻ തയ്യാറെടുപ്പ് നടത്തുന്നു. അവർ ലണ്ടനിൽ നിന്ന് വലിയ തോതിൽ മഞ്ഞുകാല വസ്ത്രങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ഇന്ത്യ മനസ്സിലാക്കി. വൈകാതെ തന്നെ പാകിസ്ഥാൻ സൈന്യം പുറപ്പെടുമെന്ന് ഇന്ത്യക്ക് ഉറപ്പായി. പാകിസ്ഥാൻ സൈന്യം അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് സിയാച്ചിനിൽ എത്തണമായിരുന്നു. അങ്ങനെ 1984 ഏപ്രിൽ 13 ഓപ്പറേഷൻ മേഘദൂത് ആരംഭിച്ചു. ശത്രുക്കളേക്കാൾ വെല്ലുവിളി അവിടത്തെ കാലാവസ്ഥയായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഓരോ സൈനികരായി വെളുത്തെത്തിച്ചു. കുമാവൂർ റെജിമെന്റിന്റെ ധീരനായ സൈനികർ കിലോമീറ്ററുകളോളം മഞ്ഞിലൂടെ നടന്നു. ഒടുവിൽ ഏപ്രിൽ 17 3 ചുരങ്ങളും ഇന്ത്യയുടെ നിയന്ത്രണത്തിലായി. പാക് സൈന്യം അവിടെ എത്തുമ്പോഴേക്കും ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഭാരത സൈന്യത്തിന്റെ ഈ ധീരഗാഥയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ചരിത്രപരമായ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.